IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും തോട്ടികളുടെയും വേശ്യകളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ച് വലിച്ച് ചോര തുപ്പുന്നവൻ്റെ ഇന്ത്യ, വളർത്തു നായ്ക്ക് കൊടുത്ത ബേബി ഫുഡിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിനെ ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല, മക്കൾക്കൊരു നേരം വാരിയുണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം പോലും വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സോൾ, ആത്മാവ്. IAS അക്കാഡമി വർഷാവർഷം അടവച്ച് വിരിച്ചിറക്കുന്ന നിന്നെപ്പോലെയുള്ള സ്നോബുകൾക്ക് അത് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം. പിതാവേ, ബൈബിളിൽ പുതിയ നിയമത്തെക്കാൾ എനിക്കിഷ്ടം പഴയ നിയമത്തോടാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ പഴയ നിയമത്തോട്. An eye for an eye and a tooth for a tooth. Okay?